ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് യേശു ദൈവപുത്രനാണ്, അതോടൊപ്പം ദൈവവുമാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിച്ചു. കുറേ തെളിവുകൾ നമ്മൾ പറഞ്ഞു, അല്ലേ? ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു 2-3 തെളിവുകൂടെ നമുക്ക് പറഞ്ഞാലേ അത് നമുക്ക് സ്ഥാപിക്കാനൊക്കത്തുള്ളൂ. ബൈബിൾ പ്രകാരം പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു. പരിശുദ്ധാത്മാവും യേശുവും പിതാവായ ദൈവവും ഒന്നാണ്, അല്ലേ? 3 പേര് ഒന്നാണെന്ന് നമുക്ക് പറയണം. എന്ന് പറഞ്ഞാൽ ബൈബിൾ അതാ പറയുന്നത് 3 പേര് ഒന്നാണ്. പക്ഷെ 3 ഭാഗമായിട്ടാണ് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ 3 ഭാഗമായിട്ട് ചിന്തിക്കേണ്ടി വരുന്നത്. ഒന്നായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഭാഗം ചിന്തിക്കും. ഇത് 3 വന്നുകൊണ്ടാണ് നമുക്ക് 3 ഭാഗം ചിന്തിക്കേണ്ടത്. അപ്പം നമുക്ക് ഇന്ന് അതിന് ചിന്തിക്കാൻ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-1 മുതൽ 20 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാക്കേണ്ടതത്രേ. എന്തുവാ? അവൻ എങ്കിലോ അവന്റെ അമ്മയപ്പന്മാരോ എങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി. അപ്പം ദൈവപ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്ന പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തിയാണ്. ഏതാ? പഴയ നിയമത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി അവനിൽ വെളിപ്പെടണം, അഥവാ വെളിവാക്കപ്പെടണം, അല്ലെങ്കിൽ വെളിപ്പെടണം എന്നുള്ളൊരു വാക്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടണം. ഓക്കെ, അഥവാ ദൈവം അവിടെ വെളിപ്പെടണം. ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞാലേ ഇവിടെ പ്രവൃത്തി നടക്കത്തുള്ളൂ. അതിനാണ് പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് വായിച്ചേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അവിടെ നിർത്തി വെച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. നാം ചെയ്യേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ല, യേശു എന്ന ഞാനല്ല, നാം ചെയ്യേണ്ടതാകും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹുവചനമാണ്. ബഹുവചനം നാം എന്ന് പറയുമ്പോൾ ബഹുവചനം, ഞാനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം നാം ചെയ്യേണ്ടതാകുന്നു. അപ്പം ദൈവപ്രവൃത്തി നാം ചെയ്യേണ്ടതാകുന്നു പറഞ്ഞാൽ ദൈവപ്രവൃത്തി പഴയ നിയമത്തിലെ ദൈവം ചെയ്യണം, പുതിയ നിയമത്തിലെ യേശു ചെയ്യണം, പരിശുദ്ധാത്മാവ് ചെയ്യണം. അന്നേരം 3 പേരായില്ലേ? 3 പേരെ നമ്മൾ കൊണ്ടുവരുമല്ലേ? 3 പേരും അന്നേരം നാം എന്ന് അവിടെ പറയും. ഇത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ബഹുവചനം കൊടുത്തില്ല, സിംഗിൾ വചനമല്ല. അല്ല, ഞാൻ നല്ല കൊടുത്തത്, ദൈവം ഒന്നും തന്നെയല്ല കൊടുത്തത്. നമ്മിൽ ഒരുവനെ പോലെ ഇവിടെ തണ്ടത് നാം ചെയ്യേണ്ടതാവുന്നു എന്നല്ല പറയാം. അത് കഴിഞ്ഞ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞു, ഞാൻ എന്നുള്ളത് യേശു എന്ന ഞാൻ പ്രത്യേകം പറഞ്ഞു. അതിനു മുമ്പേ പറഞ്ഞു നാം എന്നും പറഞ്ഞു. അപ്പം അവിടെ ബഹുവചനവും ഉണ്ട്, ഇവിടെ സിംഗിൾ വചനമായി നാം. അന്നേരം യേശു ഇപ്പം ലോകത്തിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പേ ദൈവപ്രവൃത്തി പഴയ നിയമകാലത്താ ചെയ്തത്. ഏതാ? നമ്മിൽ ഒരുവനെ പോലെ. ഇപ്പം നാമെന്നായി, അവിടെ അന്നേരം ബഹുവചനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭൂമിയിൽ ഉള്ളിടത്തോളം, എന്തോ ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ, യേശു ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാവും. ഈ വെളിച്ചം ആരാ സൃഷ്ടിച്ചത്? ദൈവം. അപ്പം ഞാനിപ്പോ ലോകത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ലോകത്തിലുണ്ട്, യേശു എന്ന ഞാനുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനകത്ത് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കുരുടനായ മനുഷ്യനെ യേശുവിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളല്ലേ? എന്നിട്ട് പറയുന്നത് ഇവൻ ആരും പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഓക്കെ, അപ്പം അവന്റെ കണ്ണിന് കാഴ്ചയില്ല, അപ്പൊ കാഴ്ച വേണം, അല്ലെ? ഇതല്ലേ അവിടുത്തെ മെയിൻ വിഷയം. അപ്പം യേശു ചെയ്ത പരിപാടി എന്തോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. യേശു ചെയ്തത് മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? മണ്ണുകൊണ്ടായി മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യം ദൈവം
മനുഷ്യനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇവിടെ എന്താ ആ പ്രവൃത്തി തന്നെ ചെയ്തത്? ഇവിടെ പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടണം. പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി യേശു എന്തോ ചെയ്തു? ഞാൻ തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം, ഞാൻ തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മണ്ണ് കുഴച്ചു. എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഈ മണ്ണ് കുഴച്ച് അവന്റെ കണ്ണിന്മേൽ തേച്ചു, അല്ലെ? അപ്പം പഴയ നിയമത്തിലെ ദൈവപ്രവൃത്തി അഥവാ മനുഷ്യനെ ഉണ്ടാക്കിയ പ്രവൃത്തി ഇവിടെ പുതിയ നിയമത്തിൽ പഴയ ദൈവം തന്നെ യേശുവായിട്ട് വന്ന് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പം പഴയ നിയമത്തിലെ ദൈവം ഇവിടെ യേശുവാണ്. ആ ദൈവം തന്നെയാണ് യേശു. അതാ നമ്മിൽ ഒരുവനെ പോലെ നാം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നമ്മിൽ, അല്ലെ? നാം ആ വന്നതിന്റെ ഫീലിംഗ് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ശിലോഹം കുളത്തിൽ പോയി കഴുകി. ഓക്കെ. ആ, ശിലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അപ്പൊ അവിടെ അവൻ കണ്ണ് കണ്ടു, മടങ്ങി വന്നു. ഇത് നമ്മൾ ഒന്ന് ചിന്തിച്ച പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകമെല്ലാം നമ്മൾ ഒന്നിച്ച് പഠിക്കുവാണെങ്കിൽ പുതിയ നിയമത്തിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പുസ്തകത്തിൽ സാമ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത പ്രവൃത്തിയും ദൈവം ചെയ്ത പ്രവൃത്തിയും, പഴയ നിയമത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയും പുതിയ നിയമത്തിൽ യേശു ചെയ്ത പ്രവൃത്തിയും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഇത് ഈ 9-ാം അധ്യായത്തില് യേശു അവനെ കണ്ണിന് കാഴ്ച കൊടുക്കാനായിട്ട് അവന്റെ മണ്ണ് കണ്ണിൽ തേച്ചു വെച്ചിട്ട് പിന്നെ യേശുവിനെ ഈ അധ്യായത്തിൽ ലാസ്റ്റിലാണ് കാണുന്നത്. അതായത് 35-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കാണുന്നു. ഇത്രയും നേരം യേശുവിനെ കണ്ടില്ല. പിന്നെ സാധാരണ ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞാല് യേശുവിനെ കാണണ്ടേ? അവന് അത്ഭുതം ചെയ്തു, എല്ലാരും വിസ്മയിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ അധ്യായത്തില് ആ അത്ഭുതം ചെയ്തു കഴിഞ്ഞ പിന്നെ യേശുവിനെ അതിന്റെ ലാസ്റ്റിലാണ് കാണുന്നത്. ആ അധ്യായത്തിന്റെ ലാസ്റ്റിലാണ് കാണുന്നത്. ഇവനെ വിളിച്ച് പ്രമാണിമാരും നാട്ടുപ്രമാണികളും അവരും എല്ലാം വിളിച്ച് ക്വസ്റ്റ്യൻ, പള്ളി പ്രമാണികളും എല്ലാം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. ആ സമയത്ത് എങ്ങും യേശു ഇവിടെ ഇല്ല. അതെന്നാ പറ്റി? യേശു എന്തുകൊണ്ട് അവിടെ ഇല്ലാതായി? അല്ലെ യേശു അതിന് മറുപടി കൊടുക്കേണ്ടതല്ലേ? ഞാനാ ചെയ്ത അത്ഭുതം, അല്ലെ? മറുപടി കൊടുക്കേണ്ടതില്ലേ? കൊടുത്തില്ല. യേശുവിനെ അവിടെ കാണാനില്ല. 35-ാം വാക്യത്തിലാണ് യേശുവിനെ അവിടെ കാണുന്നത്. അത് ഒന്ന് വായിച്ചേ. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു അവനെ പിന്നെ കണ്ടപ്പോഴാ അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ യജമാനനെ അവൻ ആരാകുന്നു. അപ്പൊ ഇവൻ അറിയത്തില്ല ഇവനെ യേശുവ കണ്ണി കാഴ്ച കൊടുത്ത അല്ലെങ്കിൽ ഈ മണ്ണ് പൊട്ടെ എന്നുള്ള ഇവൻ അറിയത്തില്ല. ഇവനെ മണ്ണ് പൊട്ടെ അങ്ങ് വിട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞ് യേശുവിനെ പിന്നെ കണ്ടില്ല. ഇവനെ പള്ളിപ്രമാണികൾ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് കാഴ്ച പ്രാപിച്ചിട്ട് ഇവനെ കണ്ടില്ല. യേശുവിനെ കാണുന്നില്ല. യേശുവിനെ പിന്നെ കണ്ടില്ല. യേശുവിനെ പിന്നെ കണ്ട 35-ാം വാക്യത്തിൽ ഇവനെ പുറത്താക്കിയെന്ന് യേശു അറിഞ്ഞപ്പോഴാണ് യേശു സൗഖ്യമാക്കി എന്നുള്ള ഇവൻ അറിയത്തില്ല ആരെ സൗഖ്യമാണ്. ഇതേ സംഭവം തന്നെയാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് 6 ദിവസം ദൈവം വേല ചെയ്തു. 7-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് 6 ദിവസം കൊണ്ട് സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ എന്തോ ചെയ്തു? വിശ്രമിച്ചു. സ്വസ്ഥമായി. ഈ അധ്യായത്തിൽ ഇവന് കണ്ണില് ഇവന് മൺപൊടി കൊണ്ട് ഇവന്റെ കണ്ണില് തേച്ച് കഴിഞ്ഞപ്പോ, അഥവാ ഇവന്റെ കണ്ണിന് കാഴ്ച കിട്ടാനായിട്ട് ചെയ്തപ്പോൾ യേശു എന്തോ ചെയ്തു? പഴയ നിയമത്തിൽ ദൈവം ചെയ്ത പോലെ തന്നെ വിശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ സൃഷ്ടിയായത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയായിരുന്നു? സൃഷ്ടിച്ച മണ്ണിലെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. ആ പൊടി കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ അതേ പ്രവൃത്തി തന്നെ ഈ പുതിയ നിയമത്തിൽ യേശു ഇവിടെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തോ ചെയ്തു? പഴയ നിയമത്തിൽ 6 ദിവസത്തെ ജോലി കഴിഞ്ഞ് 7-ാം ദിവസം വിശ്രമിച്ചു. ഈ ജോലി കഴിഞ്ഞ് അന്നത്തെ ജോലി എന്തായിരുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ദൈവം സ്വസ്ഥമായിരുന്നു, അല്ലെ? മനുഷ്യനെ കൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞ 6 ദിവസം സൃഷ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം വിശ്രമം. അപ്പൊ ഇവിടുത്തെ സൃഷ്ടി കഴിഞ്ഞപ്പം യേശുവിനെ പിന്നെ കാണാനില്ല. ഇവനെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ യേശു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഇവിടെ യേശുവായിട്ട് വന്നിരിക്കുന്നത്.
ആ പ്രവൃത്തി പഴയ നിയമത്തിലെ ദൈവം ചെയ്ത പ്രവൃത്തി ഇവിടെ യേശു ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലായി? ആ പ്രവൃത്തി തന്നെ യേശു ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഈ യേശു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശു ദൈവപുത്രനാണ്, അതുപോലെ തന്നെ ദൈവം കൂടിയാണ്, അല്ലേ? അപ്പൊ ഒന്നുകൂടെ ചിന്തിക്കണം, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ്, പുതിയ നിയമത്തിലെ യേശു. പിന്നെ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം, മത്തായി 12:22. അനന്തരം ചില കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. ഓക്കെ. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. നമ്മൾ ഈ ഒരു പദം ഈ അടുത്തിടയ്ക്കാ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. വിസ്മയിച്ചു, അല്ലെ? വിസ്മയിച്ചു എന്നുള്ള പദം ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി, അല്ലെ? ഞാനും ഈ പദം വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഈ അടുത്തിടയ്ക്കാണ് ഈ കൂടുതൽ വിസ്മയിച്ചു എന്നുള്ള പദം പ്രത്യേകിച്ച് കേൾക്കാൻ കാരണം. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഇപ്പുറം പറഞ്ഞു, ബഡ്ജറ്റ് വരുമ്പോൾ വിസ്മയം തീർക്കും, അല്ലെ? ഒരു മെയിൻ വാർത്തയാണ്, വിസ്മയം തീർക്കും. പക്ഷെ എല്ലാവരും അത് ഹൈലൈറ്റ് ചെയ്ത് വാർത്തയെല്ലാം കൊടുത്തു, വിസ്മയമുണ്ട്. പക്ഷെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒരൊറ്റ വിസ്മയമില്ല, അല്ലേ? വിസ്മയമില്ല. പത്രക്കാരെല്ലാം പറഞ്ഞു ബഡ്ജറ്റ് വന്നു, വിസ്മയമൊന്നുമില്ല. പക്ഷെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വിസ്മയമില്ല. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ അതിനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് വിസ്മയം ഇല്ലാതായത് ആ കുറിപ്പിനകത്ത്, അല്ലെങ്കിൽ ആ നമ്മുടെ ബഡ്ജറ്റിനകത്ത് എന്തുകൊണ്ട് വിസ്മയമില്ല? അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ വിസ്മയം എന്നുള്ള പദം വി.ഡി. സതീശൻ സാറിന് എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഞാൻ ചിന്തിച്ചത്, എന്റെ ഒരു അഭിപ്രായം പറയാം, വി.ഡി. സതീശൻ സാറ് നല്ലപോലെ ബൈബിൾ വായിക്കും, നല്ല ശരിക്ക് ബൈബിൾ വായിക്കും, സാധാരണ വായിക്കുന്ന പോലെയല്ല വായിക്കും, നല്ല ശരിക്ക് ബൈബിൾ വായിച്ച് ഈ വിസ്മയം എന്നുള്ള പദം ഗ്രഹിച്ചെടുത്തിട്ടാണ് പുള്ളി വിസ്മയം എന്നുകൊണ്ട് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. ഈ വിസ്മയത്തിന് ഇനി കാണണമെങ്കിൽ ഈ വിസ്മയം നിയമസഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ ലീഗലെല്ലാം ഫോർമാറ്റ് ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഒരു 7 മാസം മുതൽ ഇതിന്റെ വിസ്മയം കണ്ടു തുടങ്ങി. 7 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ വിസ്മയം കണ്ടു തുടങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിസ്മയം ഇപ്പം കാണത്തില്ല, 7 മാസത്തിന് ശേഷമേ കാണത്തുള്ളൂ. നമ്മുടെ വിഷയമല്ല ഇതല്ല. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിസ്മയം എന്നുള്ള പദം അദ്ദേഹം എങ്ങനെ എടുത്തു എന്നുള്ളത് നമ്മൾ പറഞ്ഞെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വിസ്മയം എന്നുള്ള പദം ബൈബിളിലെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. അത് പഴയ നിയമകാലത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, അല്ലെ? സൃഷ്ടിച്ചെന്ന് മാത്രം. നമ്മൾ പഴയ നിയമത്തിൽ സൃഷ്ടിച്ചു എന്നുള്ള പദം എത്രയും കാണുന്നു, അത്രയും തന്നെ വിസ്മയിച്ചു എന്നുള്ള പദം പുതിയ നിയമത്തിൽ കാണുന്നു. ഈ വിസ്മയിച്ചു എന്നുള്ള പദം പഴയ നിയമത്തിലെ സൃഷ്ടിപ്പ് എന്നുള്ള പദത്തിന് കറക്റ്റ് പുതിയ നിയമത്തിലെ തർജ്ജിമയാണ് വിസ്മയിച്ചു എന്നുള്ള വാക്യം. വിസ്മയിച്ചു എന്ന് പറയുന്നത്. അപ്പം സൃഷ്ടിച്ചു എന്നുള്ള പദം പഴയ നിയമത്തിൽ എത്ര പ്രാവശ്യമുണ്ടോ അതേ സെയിം പദം തന്നെ വിസ്മയിച്ചു എന്നുള്ള പദം ഇവിടെ കാണും. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടത്, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു എന്ന് നമുക്ക് വീണ്ടും പറയണമല്ലോ. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെ ആരെല്ലാം കണ്ടു ഒന്ന് പറയാം. പഴയ നിയമത്തിൽ ദൈവത്തെ ആരെല്ലാം കണ്ടു? ആദം കണ്ടു, ഹവ്വ കണ്ടു, നോഹയ്ക്ക് മുമ്പേ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നാൽ ചിലപ്പം അവന്റെ പിള്ളേരും കണ്ടു കാണും, പക്ഷെ കൂടെ നടന്നില്ല. അതിനകത്ത് കാരണങ്ങളുണ്ട്. കൂടെ നടക്കാൻ എന്നാ വെച്ചാൽ കൃപയില്ലായിരുന്നു. കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ തേജസ് കിട്ടത്തുള്ളൂ. ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ തേജസ് വേണം. തേജസ് നഷ്ടപ്പെട്ടു പോയില്ല. അപ്പം ഹാനോക്ക് കണ്ടു, നോഹ കണ്ടു, കൃപ ലഭിച്ചു, നോഹ കണ്ടു. പിന്നെ മോശ. അത് കഴിഞ്ഞ് ഏലിയാവ് കാണുന്നതിന് ഒരു കാരണം കൂടെ പറഞ്ഞുതരാം. ഏലിയാവ് ഇപ്പം 6 ആയി, അല്ലേ? 6 പേരെ ഏലിയാവ്. അത് കഴിഞ്ഞ് ഒരാളൂടെ കണ്ടു. മെയിൻ ഒരാള് ദൈവത്തെ കണ്ടു. അദ്ദേഹമാണ് ഏറ്റവും മെയിൻ താരം. ബൈബിളിലെ ഏറ്റവും വലിയ താരം അദ്ദേഹമാണ്. പാമ്പ് കണ്ടോ? ദൈവത്തെ കണ്ടോ? അതിനാൽ 7 പേര് അന്നേരം മൊത്തം ദൈവത്തെ കണ്ടത്. അപ്പൊ ഏലിയാവ് കണ്ടതെന്ന് പറഞ്ഞാൽ തേജസ്സിലാ ഏലിയാവ് എടുക്കപ്പെട്ടു പോയത്. പറഞ്ഞ മനസ്സിലായില്ല? ആ പുതപ്പ് ഏലിശായിക്ക് കൊടുത്തു. കൃപ എന്ന പുതപ്പ് ഏലിശായിക്ക് കൊടുത്തു. പിന്നെ പോയത്
തേജസ്സിലാണ് പോയത്. ആ തേജസ് പോയത് കൊണ്ടാണ് ഇവിടെ വന്ന് തേജസ്സിൽ നിന്നത്. എവിടെ? പുതിയ നിയമത്തിൽ തേജസ്സിൽ വന്നിരുന്നത്. അപ്പം ഏലിയാവ്, പിന്നെ ആരൊക്കെ കണ്ടു? ഒന്ന് ആദം, ഹവ്വ, ഹാനോക്ക്, നോഹ, മോശ, ഏലിയാവ്, പാമ്പ്. ഇത്രയും പേര് ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടേ ഇത്രയും പേര് ദൈവത്തെ കണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിനെ എത്ര പേര് കണ്ടു? പുതിയ നിയമത്തിൽ യേശുവിനെ എത്ര പേര് കണ്ടു? അതെന്നാ ചോദ്യം. യേശുവിനെ എല്ലാവരും കണ്ടിരുന്നു. യേശുവിനെ ജനിച്ച പോലെ അമ്മ കണ്ടു, അപ്പൻ കണ്ടു, പിന്നെ അപ്പനായ യോസഫ് കണ്ടു, എല്ലാവരും കണ്ടു അല്ലേ? പിന്നെ ആരാ? നക്ഷത്രം കണ്ട് വിദ്വാന്മാര് കണ്ടു, എല്ലാവരും യേശുവിനെ കണ്ടു. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അല്ലേ? അങ്ങനല്ല. യേശു ദൈവമാണെന്ന് ആരൊക്കെ കണ്ടു? പറയാൻ നോക്കൂ. യേശു ദൈവമാണെന്ന് ആരൊക്കെ കണ്ടെന്ന് പറയാൻ നോക്കൂ. യേശു ദൈവമാണെന്ന് ആരൊക്കെ കണ്ടു? ഈ 7 പേര് പഴയ നിയമത്തിൽ കണ്ടു. 7 പേര് പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടു. പുതിയ നിയമത്തിൽ 7 പേര് കാണണം, യേശുവിനെ കാണണം. യേശുവിനെ എല്ലാരും കണ്ടു. പക്ഷെ യേശു എന്ന ദൈവത്തെ ആരെല്ലാം കാണണം? 7 പേര് കാണണം. എന്നാൽ ഈ വചനം ശരിയാവത്തുള്ളൂ. ഈ വചനം ശരിയാണെങ്കിൽ പഴയ നിയമത്തിൽ 7 പേര് ദൈവത്തെ കണ്ടു, 7 പേര് ദൈവത്തെ കണ്ടു. പുതിയ നിയമത്തിൽ ഈ 7 പേരും ദൈവത്തെ കാണണം, അഥവാ യേശുവിനെ കാണണം. യേശു ദൈവമല്ലേ? ദൈവപുത്രനാണ്, ദൈവമാണ്. അപ്പൊ ഈ പുതിയ നിയമത്തിൽ 7 പേര് കാണണം. ആരൊക്കെ കണ്ടു? പറയാനൊക്കെ. പത്രോസ് കണ്ടു, യോഹന്നാൻ കണ്ടു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, ഇവർ 3 പേരും കൂടെ പോയതാ. പിന്നെ പഴയ നിയമത്തിലെ 2 പേരും കൂടെ കണ്ടു, മോശ, ഏലിയാവും. അവരും ഒന്നിച്ച് കണ്ടു. അവർ 2 പേരും കണ്ടു. അത് നിന്ന് പഴയ നിയമത്തിൽ നിന്ന് 2 പേരെ കൊണ്ട് സ്ഥാപിച്ചതാണ് ഇവിടെ. എന്നുവെച്ചാൽ ഇവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അഥവാ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പൊ 5 പേരായി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, മോശ, ഏലിയാവ്. 5 പേർ. ഇനി 2 പേരും കൂടെ വേണം. 2 പേരും കൂടെ വേണം. ഇതിനകത്ത് മെയിൻ ഒരാൾ നിപ്പുണ്ട്, സാത്താൻ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിലേക്ക് പോയപ്പോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. പിശാചിന് അറിയാം ഇവനാരാ? ദൈവമാണെന്നറിയാം. പിശാചിന് കറക്റ്റ് ഇവനാ ദൈവമാണെന്നറിയാം. അതുകൊണ്ടാണ് ഇവനെ പരീക്ഷിക്കാൻ വന്നത്. അപ്പൊ അവൻ മനസ്സിലാക്കി. അപ്പൊ 6 ആയി. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഇനി ഒരാളും കൂടെ കാണണമല്ലോ. ദൈവമാണെന്ന് കാണണം. ദൈവമാണെന്ന് കണ്ടു കഴിഞ്ഞാലേ ബൈബിൾ അത് കറക്റ്റ് ആകത്തുള്ളൂ. ഒക്കില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോ ക്രൂശിൽ കിടന്ന കള്ളൻ അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയത്. ദൈവപുത്രനെന്നല്ല, ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ അന്ന് എവിടെ കൊണ്ടുപോയത്? പർദീസയെ കൊണ്ടുപോയത്. അപ്പം പഴയ നിയമത്തിലെ 7 പേര് ദൈവത്തെ കണ്ടു. പുതിയ നിയമത്തിലെ 7 പേര് യേശു ദൈവമാണെന്ന് കണ്ടു. മനസ്സിലായോ? ഇത് ഒത്തിരി വാക്യങ്ങൾ അത് വായിക്കാനുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മുടെ പോകും. അതുകൊണ്ട് എല്ലാവർക്കും ഈ വചനം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പം ഈ 7 പേര് ദൈവത്തെ കണ്ടു. പഴയ നിയമത്തിൽ ദൈവത്തെ 7 പേര് കണ്ടു. പിന്നെ എല്ലാവരും കൃപ ഒത്തിരി പേര് ലഭിച്ചു. അതൊക്കെ അവിടെ കിടന്നുണ്ട്. കൃപ ലഭിച്ചു, അവരുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോയി. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അവരൊന്നും ദൈവത്തെ കണ്ടില്ല. ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടത് ആരൊക്കെ? പത്രോസ്, പുതിയ നിയമത്തിൽ യാക്കോബ്, യോഹന്നാൻ, മോശ, ഏലിയാവ്, സാത്താന്, ക്രൂശിൽ കിടന്ന കള്ളൻ. ഇത്ര 7 പേരും കണ്ടു അല്ലേ? അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ സാത്താൻ കാണാനുള്ള പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താൻ എന്നാ ഈ യേശുവിനെ ദൈവമായിട്ട് കാണാനുള്ള പരിപാടിയും കൂടെ പറഞ്ഞുതരാം. അത് എവിടുന്നാ തുടങ്ങിയെന്നുള്ള നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3:15. ഞാൻ നിനക്കും. അത് പാമ്പിനോട് പറയുന്നത് അല്ലേ? ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാൽ ദൈവം, നിനക്കെന്ന് പറഞ്ഞാൽ പാമ്പിന് അല്ലെ? ഞാൻ നിനക്കും സ്ത്രീക്ക് എന്ന് പറയുമ്പോ ഹവ്വ. ഞാൻ നിനക്കും സ്ത്രീക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞു നിന്റെ സന്തതിക്ക് എന്ന് പറഞ്ഞാൽ പാമ്പിന് ഒരു സന്തതി ഉണ്ട് അല്ലെ? അവളുടെ സന്തതി. അന്നേരം ഹവ്വയ്ക്ക് ഒരു സന്തതി ഉണ്ട്. തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. പാമ്പിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഓക്കെ, അവർ 2 പേരും സന്തതി ഉണ്ടാവുകയെ. സ്ത്രീക്കും സന്തതി ഉണ്ടാവും, സർപ്പത്തിനും സന്തതി ഉണ്ടാവും. ഇപ്പൊ ഈ സർപ്പത്തിന്റെ സന്തതിയാണ് എവിടെ സാത്താനായിട്ട് പരീക്ഷിക്കപ്പെട്ടത്. യേശു
യേശു സ്ത്രീയുടെ സന്തതി, മറിയയുടെ സന്തതി, അഥവാ മറിയ എന്ന പെട്ടകത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച യേശുവായിട്ട് വന്ന സന്തതി, സ്ത്രീയുടെ സന്തതി. ഈ പാമ്പിന്റെ സന്തതി എന്ന് പറഞ്ഞ സാത്താൻ. സാത്താൻ ഇവിടെ വന്നു പരീക്ഷിക്കാൻ വന്നു. ആരെ? യേശുവിനെ. എപ്പോഴാ വന്നേ? അവൻ അത്രയും നേരം വന്നില്ല. ഏതാ? യേശു ജനിച്ചു കഴിഞ്ഞപ്പോഴെങ്ങും വന്നില്ല. ജനിച്ചു കഴിഞ്ഞിട്ടും വന്നില്ല. അവൻ ശുശ്രൂഷിക്കാൻ പോയപ്പോഴും വന്നില്ല. അവൻ 12-ാം വയസ്സിൽ ശുശ്രൂഷിച്ചു, എന്നിട്ടും വന്നില്ല. ഓർത്തണോ? അന്നേരം എല്ലാവരും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പം സാത്താൻ വരേണ്ടതല്ലേ? അന്നേരവും പുള്ളി വന്നില്ല. അന്നേരവും യേശു വന്നറിയാം. പക്ഷെ അവൻ വന്നില്ല. വരാൻ കാരണമുണ്ട്. എടാ, അവന് പരിശുദ്ധാത്മാവ് പ്രാവിൻ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ദൈവമല്ല, ദൈവം ആകത്തുള്ളൂ. ദൈവം ആയെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ വന്നെന്ന് പറഞ്ഞാൽ അവൻ പ്രകടിപ്പിക്കാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുന്നിൽ ഇറങ്ങാൻ ഒക്കത്തില്ല ഈ ദൈവിക തേജസ്സും കൊണ്ട്. അപ്പൊ ഇവൻ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുഭൂമിയിലാ പണ്ട് മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് പോയത്. എന്ന് പറഞ്ഞാൽ മരുഭൂമി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ തേജസ് വെളിപ്പെടുത്തുള്ളൂ. ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്ന എങ്ങനെ തേജസ് മരുഭൂമിയിലോട്ട് പോയിട്ടാ. ഈ തേജസ് മരുഭൂമി ചെല്ലുമ്പോഴേ ഉള്ളൂ ഈ തേജസ് യേശുവിന് തേജസ് വന്നപ്പോൾ മരുഭൂമിയിലോട്ട് പോയി. മരുഭൂമി പോയപ്പം ഈ സാത്താൻ വരും. അതായത് പാമ്പിന്റെ സന്തതി സാത്താൻ അവിടെ വരും. സാത്താൻ വന്നിട്ട് എന്താ അവനെ പരീക്ഷിച്ചു, വിജയം നേടി പോന്നേ. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സ്ത്രീക്കും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കി. അവൻ നിന്റെ തല തകർക്കും. ആര്? മറിയയുടെ സന്തതി, അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ സന്തതിയുടെ തലയെ തകർക്കും. ഓക്കെ, തല തകർത്തു. നീ അവന്റെ കുതികാൽ തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. അതെന്നാ പരിപാടിയാ? അന്നേരം ഇവന് ഈ സാത്താന്റെ സന്തതി ദൈവത്തിന്റെ കുതികാൽ തകർക്കും അല്ലേ? അത് പറഞ്ഞിട്ട് അത് നിറവേറിയോ? അത് നിറവേറിയല്ലോ. അത് നിറവേറി. കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ യേശു മരിച്ച യാഗമായി തീർന്നപ്പോൾ സാത്താന്റെ തലയെ തകർത്തു എന്ന് പറയുമ്പോ, അപ്പം ഈ സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കണം. സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കണം. അപ്പൊ എന്തോ ചെയ്തു? പിശാച് എന്നാ ചെയ്തു? വാക്യം നിറവേറണമല്ലോ. അപ്പൊ എന്തോ ചെയ്തു? യേശുവിന്റെ കാൽ രണ്ടും, കുതികാൽ എന്ന് പറയാം, കാൽ എന്ന് പറഞ്ഞാൽ കുതിച്ചു വരാനുള്ള കാൽ രണ്ടും ആണി വെച്ചങ്ങ് അടിച്ചു തകർത്തു. രണ്ട് കാലും ഒന്നിച്ചടിച്ചു തകർത്തു. അതാ പറഞ്ഞാൽ നിന്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞാൽ പൊങ്ങരുത്. പറഞ്ഞു പൊങ്ങരുത്, ഒരു കാരണവശാലും പൊങ്ങരുത്. അതിനാ മുന്നേ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചത്. നിനക്ക് എല്ലാം തന്നിട്ടുണ്ട്, കൈക്കൂലി കൊണ്ട് കൊടുത്തതിനെല്ലാം കാരണമുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് വെളിപ്പാടായിട്ട് പറയാം. അപ്പം കുതികാൽ തകർക്കും. ഓക്കെ, കുതികാൽ തകർത്തു എന്ന് പറഞ്ഞാൽ അവന്റെ കാല് ആണി വെച്ച് അടിച്ചു വെച്ചു. അപ്പം കുതികാൽ തകർത്തു. അപ്പൊ ആ വാക്യം അവിടെ നിറവേറി. ഓക്കെ, അപ്പം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ രക്തം കൊണ്ട് വിമോചനം നേടി എല്ലാ പാപികൾക്കും വിടുതൽ കൊടുത്തു. അപ്പൊ ആ സ്ത്രീയുടെ ഈ പാമ്പിന്റെ തലയെ തകർത്ത് കളഞ്ഞു. പക്ഷെ കുതികാൽ തകർത്തു കഴിഞ്ഞാലും ഇവന്റെ പുനരുദ്ധാന ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ്. അത് ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തിയാണ്. ഇവന്റെ ശക്തി ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തിയാണ്. ഇവൻ എപ്പോഴും അതപ്പോ തന്നെ ഉള്ളൂ. അപ്പൊ അത്രയും മനസ്സിലാക്കും. അപ്പൊ നമ്മള് ഈ യേശുവിനെ കണ്ടു മനസ്സിലാക്കി. അപ്പം പാമ്പും എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇപ്പൊ 7 പേരും കണ്ടു മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മള് മെയിനായിട്ട് ചിന്തിക്കുന്നത്, നമ്മള് ആശീർവാദം പറയുന്നത് എങ്ങനെ? ആശീർവാദം പറയുന്നത് പിതാവായ ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിന്റെ, പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്തു പ്രാർത്ഥിച്ച എന്തെല്ലാം വിഷയമുണ്ടോ അതിനകത്തെല്ലാം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാണ്. കർത്താവിന്റെ 2ാം വരവ് വരെ ഉണ്ടായിരിക്കട്ടതില്ല. അപ്പൊ അതിനകത്ത് 2 ദൈവമാണ് കാണുന്നത്, ഒരു പുത്രനുമാണ്. അതെന്നാ 2 ദൈവം ഒരു പുത്രനുമാണ്. അതിന്റെ പിതാവ് ദൈവം, പിന്നെ പരിശുദ്ധാത്മാ ദൈവം, ഇടയ്ക്കൊരു പുത്രൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നത് പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 3 പേരും ഒന്നാണെന്ന് ബൈബിള് തന്നെ വ്യക്തമാക്കുന്നു. ഇത് 3 പേരും ഒന്നാണെന്ന്
വ്യക്തമാക്കുന്നു. അപ്പൊ നമുക്ക് ഏകദേശമല്ല നല്ലപോലെ മനസ്സിലായി. പിന്നെ നമ്മൾ പണ്ടൊരു ഉദാഹരണം പറഞ്ഞാലും വെള്ളത്തിന്റെ ഇക്വേഷൻ അല്ലേ, അത് വീണ്ടും നമ്മൾ പറയുന്നില്ല. അപ്പം ഇതെല്ലാം കൊണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും ഒന്നാണെന്ന്. ഇവർ 3 പേരും വരാനുണ്ടായ 3 കാലഘട്ടം അല്ലേ. ദൈവത്തിന് വീണ്ടും മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങാനൊക്കത്തില്ല, പാവമുള്ളതുകൊണ്ട്. അപ്പം പാവം ഇല്ലാതെ തന്നെ പാപികളിലൂടെ നടക്കണം. അതിന് യേശുവായിട്ട് ദൈവം ജന്മമെടുത്തു. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ബാക്കി ഭാഗം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ആമേൻ.